ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ മുകുന്ദമാല സ്തോത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 14 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 15, 16 ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കാൻ പോകുന്നത്. 15-ാമത്തെ ശ്ലോകം. പൃഥ്വീരേണുരണു പയാംസി കണികാഃ ഫൽഗുസ്ഫുലിംഗോ ലഘുസ്തേജോ നിശ്വസനം മരുത്തനുതരം രന്ധ്രം സുസൂക്ഷ്മം നഭ ക്ഷുദ്രാ രുദ്രപിതാമഹ പ്രഭൃതയ കീടാഃ സമസ്താഃ സുരാഃ ദൃഷ്ടാ യത്ര സതാവകോ വിജയത്തെ ഭൂമാവധൂതാവധി. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. പൃഥ്വി ഭൂമി, രേണുഹോ അണുഹോ നിസ്സാരമായ ഒരു അണുവിനെ പോലെയും, പയാംസി ജലം, ഫൽഗുകണികാഹ തുച്ഛമായ വെള്ളത്തുള്ളികൾ പോലെയും, തേജഹ തേജഹ പറഞ്ഞ അഗ്നി, അഗ്നി ലഘുസ്ഫുലിംഗ ചെറിയൊരു തീപ്പൊരി പോലെയും, മരുത് തനുതരം വായു ഏറ്റവും ചെറിയ നിശ്വസനം ശ്വാസം പോലെയും, നഭഃ ആകാശം, സുസൂക്ഷ്മം അത്യന്തം സൂക്ഷ്മമായ രന്ധ്രം ഒരു ദ്വാരം പോലെയും, രുദ്രപിതാമഹ പ്രഭൃതയ രുദ്രൻ ബ്രഹ്മാവ് മുതലായവർ, ക്ഷുദ്രാഹ നിസ്സാരന്മാരായും, സമസ്താഹ സുരാഹ എല്ലാ ദേവന്മാരും, കീടാഹ ചെറു പ്രാണികളെപ്പോലെയും, എത്ര ദൃഷ്ട യാതൊന്നിൽ കാണപ്പെടുന്നുവോ, അവധൂതാവധിഹി അവസാനമില്ലാത്തതായ, താവകഃ അവിടുത്തെ, ഭൂമാ സർവവ്യാപ്തമായ സ്വരൂപം അതായത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സ്വരൂപം, വിജയതേ സർവോത്കർഷേണ വിജയിച്ചുകൊള്ളുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ പറയാണ്, യാതൊന്നിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഭൂമി ഏറ്റവും ചെറിയ ഒരു പൊടിയായിത്തീരുന്നുവോ, ഭൂമിയിലുള്ള ജലം മുഴുവൻ അല്പം തുള്ളികളായിത്തീരുന്നുവോ, അഗ്നി മുഴുവൻ നിസാരമായ തീപ്പൊരിയായിത്തീരുന്നുവോ, വായു മുഴുവൻ ഏറ്റവും ചെറിയ ശ്വാസമായിത്തീരുന്നുവോ, ആകാശം ഏറ്റവും ചെറിയ ദ്വാരമായിത്തീരുന്നുവോ, ശിവൻ ബ്രഹ്മാവ് മുതലായവർ നിസ്സാരന്മാരായിത്തീരുന്നുവോ, എല്ലാ ദേവന്മാരും കീടങ്ങളെപ്പോലെ ചെറുപ്രാണികളെപ്പോലെ അല്ലെങ്കിൽ പുഴുക്കളെപ്പോലെ ആയിത്തീരുന്നുവോ, അങ്ങനെയുള്ള അങ്ങയുടെ അമേയമായ ഐശ്വര്യം സർവോത്കർഷേണ വർത്തിക്കുന്നു. ഭഗവാൻ ശ്രീമന്നാരായണൻ്റെ സർവലോകവ്യാപിയായ ഐശ്വര്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് സാരമായിട്ട് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഭൂലോകവും ദേവലോകവുമെല്ലാം വളരെ നിസ്സാരമായിട്ടേ തോന്നുകയുള്ളൂ. അതിരില്ലാത്ത ആ ഈശ്വര മാഹാത്മ്യം സാക്ഷാത്കരിച്ചാൽ മാത്രമേ മനുഷ്യജന്മം സഫലമാവുകയുമുള്ളൂ എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. തുടർന്ന് നമുക്ക് 16-ാമത്തെ ശ്ലോകം നോക്കാം. ഹേ ലോകാഃ ശൃണുത പ്രസൂതിമരണവ്യാധേശ്ചികിത്സാമിമാം യോഗജ്ഞാഃ സമുദാഹരന്തി മുനയോ യാം
യാജ്ഞവൽക്യാദയ അന്തർജ്യോതിരമേയമേകമമൃതം കൃഷ്ണാഖ്യമാപീയതാ തത്പീതം പരമൗഷധം വിതനുതേ നിർവാണമാത്യന്തികം. പറയണോ, ഹേ ലോകാഹ, അല്ലയോ ലോകരെ, അല്ലയോ ജനങ്ങളെ, പ്രസൂതി മരണവ്യാധേഹേ, ജനന മരണ സ്വരൂപമായ രോഗം ശമിക്കാനുള്ള ഇമാം ചികിത്സാം, ഈ ചികിത്സയെ ശൃണ്വത, കേൾക്കുവിൻ. എന്താണ് ചികിത്സ നോക്കാം നമുക്ക്. യോഗജ്ഞാഹ, യോഗത്തെ അറിയുന്ന എന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം എന്നിവയെ അറിയുന്ന യാജ്ഞവൽക്യാദയ, യാജ്ഞവൽക്യൻ മുതലായ മുനയ, മുനിമാര്, യാം സമുദാഹരന്തി, യാതൊന്നിനെ ഉദാഹരിക്കുന്നുവോ, താം ശൃണത. അത് പിന്നെ അവിടെ നമ്മൾ അന്വയിക്കണം. അവിടെ യാതൊന്നിനെ ഈ മുനിമാർ ഉദാഹരിക്കുന്നുവോ അതിനെ ശൃണത, കേൾക്കുവിൻ. അന്തർജ്യോതിഹി, ഉള്ളിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ പ്രകാശിക്കുന്നവനും, അമേയം, അമേയം എന്ന് പറഞ്ഞാൽ എന്താ, കണക്കാക്കാൻ കഴിയാത്ത മഹിമയോടുകൂടിയവനും, കൃഷ്ണാഖ്യം, കൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്നവനുമായ ഏകം അമൃതം, ആ ഒരേ ഒരമൃതത്തെ ആപീയതാം, സേവിക്കുവിൻ. തത് പരമൗഷധം, അതിശ്രേഷ്ഠമായ ആ ഔഷധത്തെ പീതം, സേവിച്ചാൽ, അതിനെ സേവിച്ചാലോ അത് ആത്യന്തികം, അത്യുത്കൃഷ്ടമായ നിർവാണം, മോക്ഷാനുഭൂതിയെ വിതനുതേ, നൽകുന്നു എന്ന് പറയാണ്. അവിടെ ജനങ്ങളെ വിളിച്ചിട്ട് പറയാണ്, അല്ലയോ ജനങ്ങളെ, ലോകരെ, മാലോകരെ, യാജ്ഞവൽക്യൻ മുതലായ മഹായോഗികൾ പറഞ്ഞിട്ടുള്ള ജനന മരണരൂപമായ സംസാരത്തിനുള്ള ചികിത്സയെ കേട്ടാലും, ഉള്ളിൽ പ്രകാശിക്കുന്നതും കണക്കാക്കാൻ സാധിക്കാത്തതുമായ കൃഷ്ണൻ എന്നു പേരോടുകൂടിയതുമായ ആ അമൃതത്തെ പാനം ചെയ്യുക. ആ ഔഷധം, ആ പരമമായിട്ടുള്ള ഔഷധം നിത്യമായ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതാകുന്നു. അപ്പോൾ ഈ ജനന മരണരൂപമായ സംസാരത്തിൽ കിടന്ന് വിഷമിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, നമ്മളെപ്പോലുള്ളവർക്കൊക്കെ വേണ്ടി, നമ്മുടെ ഈ ഋഷീശ്വരന്മാർ രോഗപരിഹാരത്തിന് വേണ്ടിയിട്ട് വിധിച്ചിട്ടുള്ള ചികിത്സയാണ് ശ്രീകൃഷ്ണ ഭക്തി. ആ ഭക്തി തന്നെ മനുഷ്യർക്ക് ശാശ്വതമായ മുക്തിയെ നൽകുന്നു, അതായത് ആ ശാശ്വതമായ ശാന്തിയെ നൽകുന്നു എന്നർത്ഥം. തുടർന്നുള്ള ശ്ലോകങ്ങൾ വരുന്ന ദിവസം നമുക്കിങ്ങനെ പഠിച്ചു പോവാം. ഈ 2 ശ്ലോകങ്ങളും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.